ഹലോ മക്കളെ, എല്ലാവർക്കും എക്സാം വിന്നർ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ജോബിൻ. അപ്പോഴാ നാളെ SLC മലയാളം സെക്കൻഡ് എക്സാമിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യമുണ്ട്. ഞാൻ ഓൾറെഡി മലയാളം ഫസ്റ്റിൻ്റെ എക്സാമിന് പോകുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞെന്ന കാര്യം തന്നെയാണ്. അത് കൂടാതെ നിങ്ങൾക്ക് പഠിക്കാനുള്ള പാഠങ്ങളിൽ നിന്നും 7 മാർക്കിൻ്റെ ചോദ്യങ്ങൾ, 5 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഏതാണെന്ന് കൂടി ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കഴിയുന്നതുവരെ കാണുക. നിങ്ങൾ എക്സാം ഹാളിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾക്കുണ്ടാകേണ്ട കുറച്ച് കാര്യങ്ങൾ, ബോധ്യങ്ങളാണ് ഞാൻ ഈ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത്. അപ്പം നമുക്ക് ആദ്യം വെയിറ്റേജ് ഒന്ന് നോക്കാം. ഓക്കെ, നിങ്ങൾ എക്സാം ഹാളിലേക്ക് ചെല്ലുമ്പോൾ മലയാളം സെക്കൻഡിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിർദ്ദേശങ്ങൾ ആദ്യം വായിച്ചു നോക്കുക എന്നതാണ്. അല്ലേ, ആദ്യത്തെ 15 മിനിറ്റ് സമാശ്വാസത്തിൻ്റെ സമയമാണ്, കൂൾ ഓഫ് ടൈമാണ്. അത് കൃത്യമായി ചോദ്യങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. രണ്ടാമത് ചോദ്യങ്ങളും നിർദ്ദേശങ്ങളും ശ്രദ്ധാപൂർവം വായിക്കുക. എല്ലാ ചോദ്യത്തിനും ഉത്തരം എഴുതാൻ ശ്രമിക്കുക. AB എന്നൊരു പാർട്ട് കണ്ടാൽ, ഓർ എന്നൊരു ക്വസ്റ്റ്യൻ കണ്ടാൽ ഏതിലെങ്കിലും ഒന്ന് മാത്രം ഉത്തരം എഴുതുക. രണ്ടും വാരിവിൽ ചെയ്താൽ നിൽക്കരുത്. A or B എന്നൊരു അല്ലെങ്കിൽ എന്നൊരു ചോദ്യം കണ്ടാൽ അതിൽ നിങ്ങൾക്ക് കൃത്യമായി ഉത്തരം അറിയുന്നവ മാത്രം എഴുതി വെക്കുക. പിന്നെയോ ഉത്തരം എഴുതുമ്പോൾ സ്കോർ, സമയം എന്നിവ പരിഗണിക്കണം. അല്ലേ, അരപ്പുറത്തിൽ കവിയാതെ, ഒരു പുറത്തിൽ കവിയാതെ, 5 മാർക്ക് 7 മാർക്ക് അതൊക്കെ നോക്കി സമയത്തിന് കൃത്യമായി സ്കോർ നോക്കി മാത്രം ഉത്തരം എഴുതാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് മലയാളം സെക്കൻഡിൻ്റെ ടോട്ടൽ വെയിറ്റ് എത്രയാണ്, ടോട്ടൽ മാർക്ക് എത്രയാണ് നോക്കാം. 40 മാർക്കിനാണ് മലയാളം സെക്കൻഡ്. 1.5 മണിക്കൂറായിരിക്കും നിങ്ങൾക്ക് എക്സാം ഉണ്ടാവുക. 1 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങൾക്ക് 1 മാർക്ക് വീതം ഉണ്ടാകും. അവിടെ 4 മാർക്ക് കിട്ടും. പിന്നെയോ 5 മുതൽ 7 വരെയുള്ള ചോദ്യങ്ങൾക്ക് 3ഓ 4ഓ വാക്യത്തിൽ മാത്രം ഉത്തരം എഴുതുക. 3 ചോദ്യം 3 മാർക്ക് വീതം 9 മാർക്ക്. 8 മുതൽ 11 വരെയുള്ള ചോദ്യങ്ങൾക്ക് അരപ്പുറത്തിൽ കവിയാതെ, അരപ്പുറം മാത്രം, ഒരു പേജിൻ്റെ പകുതി മാത്രം എഴുതുക. 8 മുതൽ 11, 8, 9, 10, 11, 4 ചോദ്യം 5 മാർക്ക് വീതം 20 മാർക്ക് കിട്ടും. പക്ഷേ അവിടെ ഓർ ക്വസ്റ്റ്യൻ ഉണ്ടാകും. അല്ലേ, 5 ക്വസ്റ്റ്യൻ ഉണ്ടാകും, 4 മാത്രം എഴുതുക. ഓർ ക്വസ്റ്റ്യൻ വരും, അല്ലെ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ വിട്ട് ബാക്കി 4 എഴുതുക. അവിടെ എത്ര മാർക്ക്? 20 മാർക്ക്. അവസാനം 7 മാർക്കിൻ്റെ ചോദ്യം ഉണ്ടാകും, 2 എണ്ണം ഉണ്ടാകും. അതിലേതെങ്കിലും ഒന്ന് എഴുതുക. ഒരു പുറത്തിൽ കവിയാതെ. അവിടെ 7 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ടോട്ടൽ 1.5 മണിക്കൂറിനാണ് എക്സാം. 40 മാർക്ക്. സ്കൂൾ ഓഫ് ടൈം 15 മിനിറ്റ് കഴിഞ്ഞാണ് 1.5 മണിക്കൂർ കയ്യിൽ കിട്ടുക. ഓക്കെ, അപ്പോൾ 1.5 മണിക്കൂർ 40 മാർക്കിന് വേണ്ടി നിങ്ങൾ എഴുതാൻ ശ്രമിക്കുക മക്കളെ. ഇനി നമുക്ക് ഉപന്യാസം വരാനുള്ള പാഠങ്ങൾ നോക്കാം. ഓക്കെ, ഉപന്യാസം ഏത് പാഠത്തിലാണ് വരിക? പിന്നെ 7 മാർക്കിൻ്റെ ചോദ്യങ്ങളിൽ നമുക്ക് 7 മാർക്കിൻ്റെ ചോദ്യങ്ങളുണ്ട്. 7 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഏതൊക്കെയാണ് മക്കളെ? ഉപന്യാസം, പിന്നെയോ ആസ്വാദനക്കുറിപ്പ്, ഇല്ലേ, ആസ്വാദനക്കുറിപ്പുണ്ട്. പിന്നെയോ പ്രഭാഷണമുണ്ട്. പിന്നെ കഥാപാത്ര നിരൂപണം നമുക്ക് ചോദ്യമായി കാണാം. ഇതൊക്കെയാണ് 7 മാർക്കിൻ്റെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. ഇതിൽ ഉപന്യാസം ചോദിക്കാൻ സാധ്യതയുള്ള പാഠഭാഗമാണ് ഏത് മക്കളെ? ചിത്രകാരി എന്ന് പറയുന്ന പാഠഭാഗം. ചിത്രകാരിയിൽ നമുക്ക് ഉപന്യാസം പ്രതീക്ഷിക്കാം. കാരണം സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ ആസ്പദമാക്കി ഒരു ഉപന്യാസം തയ്യാറാക്കാൻ ചോദ്യം വരും. അല്ലേ, അപ്പോൾ എഴുതണം സ്ത്രീകൾ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്. കഴിവുണ്ടായിട്ടും ഭർത്താവിൻ്റെ പീഡന നിമിത്തം അതൊക്കെ അവസാനിപ്പിക്കുന്ന സ്ത്രീകൾ. ഇപ്പോൾ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ ആസ്പദമാക്കി ഒരു ഉപന്യാസം ചോദിച്ചാൽ എഴുതില്ല മക്കളെ. ഫിസ എന്ന കഥാപാത്രം അനുഭവിച്ച യാതനകളൊക്കെ ഉൾപ്പെടുത്തി ഇന്നത്തെ സമൂഹത്തിൽ സ്ത്രീകളൊക്കെ സ്ത്രീധനത്തിൻ്റെ പേരിലും സൗന്ദര്യമില്ല എന്ന് പറയുന്ന ഭർത്താവിൻ്റെ കുറ്റപ്പെടുത്തലിലും അവഗണിക്കപ്പെടുന്നു, ആത്മഹത്യ ചെയ്യുന്നു. അതൊക്കെ ഉൾപ്പെടുത്തി ഒരു ഉപന്യാസം ചോദിക്കാൻ സാധ്യതയുണ്ടാകും. പിന്നെ ആസ്വാദനക്കുറിപ്പ്, അത് നമ്മളെ കയ്യിലില്ല കേട്ടോ. ആസ്വാദനക്കുറിപ്പ് നിങ്ങൾ പഠിച്ച പാഠഭാഗമായിരിക്കില്ല ചോദ്യം വരിക. പുറമെ നിന്ന് കഥയോ വല്ല കവിതയുടെ വരികളോ തന്ന് ചോദ്യം ചോദിക്കും. അതിന് കൃത്യമായി ഉത്തരം എഴുതുക. അതിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണ് മക്കളെ? ഓർമ്മയില്ലേ? ഫോർമാറ്റ് എങ്ങനെയാണ്? നല്ല തലക്കെട്ട് വേണം, ആമുഖം വേണം, ശരീരഘടന വേണം. ശരീരഘടനയുണ്ട്, അർത്ഥം, പിന്നെന്താണ് അതിൻ്റെ കണ്ടന്റ്, വിഷയം കൃത്യമായി അവതരിപ്പിക്കുക. പിന്നെ ഉപസംഹാരം. ഇപ്പോൾ തലക്കെട്ടും ആമുഖവും ശരീരഘടനയും ഉപസംഹാരവും ഒക്കെ കൊടുത്ത് കൃത്യമായി ഒരു ആസ്വാദനക്കുറിപ്പ് എഴുതുക. 4 പാരഗ്രാഫ് വേണം. ഒരു പുറത്തിൽ കവിത ായിരിക്കും ആസ്വാദനക്കുറിപ്പ്. 7 മാർക്കിന് ചോദ്യം വരിക. പിന്നെ പ്രഭാഷണം എന്തിനായിരിക്കും വരിക? മാതൃഭാഷ, അല്ലേ? അല്ല, ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ മരണം, അതൊരു പ്രഭാഷണത്തിന് സാധ്യതയുണ്ട്. എങ്ങനെയാണ്? പക്ഷിശാസ്ത്രകാരൻ എന്ന് പറയുന്ന കഥാപാത്രമില്ലേ, എല്ലാവരെയും ക്ഷമിക്കാനും പിന്നെന്താണ് എല്ലാവരോടും സ്നേഹം കാണിക്കുന്ന കഥാപാത്രം. അപ്പോൾ ഈ കഥാപാത്രം നമ്മോട് പറയുകയാണ് എല്ലാവരെയും സ്നേഹിക്കുക. അപ്പോൾ സ്നേഹമാണ് അഖിലസാരമൊഴിയിൽ എന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ ഒരു പ്രഭാഷണം ചോദ്യത്തിന് സാധ്യതയുണ്ട്. ഇതേപോലെ തന്നെ ഈ എല്ലാവരെയും സ്നേഹിക്കുക, സ്നേഹമാണ് പ്രധാനം എന്ന് പറഞ്ഞുകൊണ്ട് ഉപന്യാസത്തിനും നമുക്ക് സാധ്യതയുണ്ട്. ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ മരണം, അല്ലേ, പക്ഷിക്കുഞ്ഞിൻ്റെ മരണം എന്ന് പാഠഭാഗത്ത് ഉപന്യാസം വരാൻ സാധ്യതയുണ്ട്. പിന്നെ എന്താണ്? കഥാപാത്ര നിരൂപണം ഏതിൽ നിന്നായിരിക്കും മക്കളെ വരിക? നമുക്കറിയാം ഫിസ, അല്ലേ, ഫിസ കഥാപാത്ര നിരൂപണം വരാം. പിന്നെ ഹാഫിസ് വരാം, അല്ലേ, ഹാഫിസിൻ്റെ ഉമ്മ വരാം. പിന്നെ ആര് വരാം?
പക്ഷിശാസ്ത്രകാരൻ വരാം അല്ലേ, ഫിസ വരും, പിന്നെ എന്താണ് ഹാഫിസ് വരും, പിന്നെ പക്ഷിശാസ്ത്രകാരൻ വരും, ഫിസ ഹാഫിസ്, ഇവിടെ ഏതാ ഫിസ ഹാഫിസ്, പിന്നെ ആരാ മക്കളെ പക്ഷിശാസ്ത്രകാരനില്ലേ അവരും വരാം, പിന്നെ ആരാ വരാം ഉമ്മ, നമ്മുടെ ഹാഫിസിൻ്റെ ഉമ്മ കഥാപാത്രമായി വരാം. എപ്പോൾ നമുക്ക് 7 മാർക്കിൻ്റെ ചോദ്യത്തിൽ കഥാപാത്ര നിരൂപണത്തിൽ ഉറപ്പായും പ്രതീക്ഷിക്കാൻ സാധിക്കുന്നു ഫിസ, ഹാഫിസ്, പിന്നെയോ പക്ഷിശാസ്ത്രകാരൻ, പിന്നെ ആരാണ് നമ്മുടെ ഹാഫിസിൻ്റെ ഉമ്മ. ഈ കഥാപാത്രം സവിശേഷതയും പഠിച്ചിട്ട് പോവുക. പിന്നെ പ്രഭാഷണത്തിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. സ്ത്രീകൾ അനുഭവിക്കുന്ന വിഷമങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ചിത്രകാരി എന്ന് പറയുന്ന പാഠഭാഗം എടുത്ത് എഴുതാൻ. ഇപ്പോൾ 7 മാർക്കിൻ്റെ ചോദ്യം ഇതൊക്കെയാണ്, നിങ്ങൾ പഠിച്ചു പോവുക. പിന്നെ എന്താണ് മക്കൾ നമുക്ക് പറയാൻ സാധിക്കുക, 5 മാർക്കിൻ്റെ ചോദ്യങ്ങളില്ലേ, 5 മാർക്കിൻ്റെ ചോദ്യം ഏതൊക്കെയാണ്, കുറിപ്പ് അല്ലേ, പിന്നെന്താണ് താരതമ്യക്കുറിപ്പില്ലേ, പിന്നെ വിശകലനക്കുറിപ്പില്ലേ, പിന്നെ നിരീക്ഷണമുണ്ട്, പിന്നെയോ അഭിപ്രായം വ്യക്തമാക്കുക. ഇതൊക്കെ എത്ര മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് മക്കളെ, 5 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. എപ്പോൾ കുറിപ്പ് വരാം, താരതമ്യക്കുറിപ്പ് വരാം, ഫിസ ചിത്രകാരി എന്ന് പറയുന്ന പാഠഭാഗത്തിൽ നിന്നും താരതമ്യക്കുറിപ്പ് വരാം, ഫിസ അനുഭവിക്കുന്ന ജീവിത പ്രശ്നങ്ങൾ ഇന്നത്തെ കാലത്തെ സ്ത്രീകളുടെ ജീവിതവുമായി താരതമ്യം ചെയ്തുകൊണ്ട് ഒരു കുറിപ്പ് തയ്യാറാക്കുക എന്ന ചോദ്യം വന്നാൽ നിങ്ങൾ ഉറപ്പായും എഴുതണം. സ്ത്രീകൾ അനുഭവിക്കുന്ന വിഷമങ്ങളാണ് ചിത്രകാരി എന്ന് പറയുന്ന കഥയിൽ ഷാഹിന ഇക്ക പറയുന്നത്. അപ്പം അതൊന്ന് കൂട്ടിച്ചേർത്ത് നിങ്ങൾ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ വിശകലന കുറിപ്പുണ്ടാവും, നിരീക്ഷണം ഉണ്ടാവും, അഭിപ്രായം. ഇതൊക്കെ എത്ര മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്, 5 മാർക്കിൻ്റെ ചോദ്യങ്ങൾ. ഇപ്പോൾ ചിത്രകാരി, പിന്നെന്താണ് നമ്മുടെ ചിത്രകാരി എന്ന് പറയുന്ന പാഠഭാഗത്തിൽ നിന്നും ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ മരണം എന്ന് പറയുന്ന പാഠഭാഗത്തിൽ നിന്നും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നാൽ എൻ്റെ മക്കളെ നിങ്ങൾ ഉഷാറായിട്ട് എഴുതണം കേട്ടോ. പിന്നെ ഗൽബിലെ നിലാവിൽ നിന്ന് ചോദ്യങ്ങൾ വരാം. എങ്ങനെയാണ് ഗൽബിലെ നിലാവിൽ ചോദ്യങ്ങൾ വരാൻ സാധ്യത, ഗൽബിലെ നിലാവ് എന്ന് പറയുന്ന കവിതയിൽ നിന്നും വരികൾ തന്നിട്ട് അതിൻ്റെ ആശയം എഴുതാൻ ചോദ്യം വരാം അല്ലേ. കാത്തിരുന്ന് കാൽ തരിച്ചു പോയി, ഇത്തരത്തിൽ കുറച്ച് വരികളില്ലേ, താമരപ്പൂങ്കാവനത്തിൽ, ആ വരികളൊക്കെ തരും. എന്നിട്ട് അതിൻ്റെ ആശയം എഴുതാൻ ചോദ്യം വരും. എത്ര മാർക്കിന് വരാം, 5 മാർക്കിനോ 3 മാർക്കിനോ ചോദ്യം വരാം. 2ഓ 3ഓ വാക്യത്തിൽ എഴുതുക. അതുകൊണ്ട് പ്രിയപ്പെട്ട പുന്നാര മക്കളെ, എന്തു വേണം, നിങ്ങൾ SLC ക്ലാസ്സിൻ്റെ SLC മലയാളം സെക്കൻഡറി എക്സാമിലേക്ക് കടന്നു പോകുമ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നോക്കി വെച്ചുകൊണ്ട് ഉഷാറായി എക്സാം എഴുതുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഇറ്റ്സ് മീ ജോബിൻ ഫ്രം എക്സാമിനർ. ബൈ.